ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് കൊടൈക്കനാൽ പോവാണ്. അപ്പൊ കൊടൈക്കനാൽ പോകുമ്പോൾ നമ്മളൊരു പ്രത്യേകത ഉണ്ട്. വെറും കൊടൈക്കനാൽ പോകുമ്പോൾ നമുക്ക് കണ്ടന്റ് ഒരു ബോറിംഗ് ആവൂലേ. അപ്പൊ ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ വ്ളോഗിന്. ഞങ്ങളൊരു ഗെയിം കളിക്കാൻ പോയപ്പോ ഞങ്ങളിപ്പോ ഒരു ഗെയിം കളിക്കും. സ്റ്റോൺ പേപ്പർ സീസർ ഗെയിം കളിക്കും. അതിൽ ആരാ തോക്കണേ ആള് മറ്റേ അടിമയാവും. അതെ, ഇനി ട്രിപ്പിൽ അയാൾ അടിമയാവും. ആൾ എന്ത് പറയാൻ ചെയ്യണം? ക്ലോസറ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞാൽ ചെയ്യണം. അതെ, ഓക്കെ. ഇന്നത്തെ വീഡിയോയില് നമ്മളിപ്പോ മിന്നുവിന്റെ പെട്ടി എടുത്തേക്കാൻ വണ്ടി വന്നിക്കാണ്. ചാവി എടുക്കടാ. ഇനി ഇവന്റെ അടിമ അല്ല, നീ എടുത്തോ. മുതലെടുക്കാലേ സജി. ഇതെങ്ങനെ ഡ്രസ്സുകളാ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുമ്പോ ഇത്ര കുറവ് സ്ഥലം കൊണ്ടാണ്. ഇതൊക്കെ റീലെടുക്കണ്ടേ? അല്ല, അവിടെ എത്തിയിട്ട്. അല്ല, ഇത് നമ്മൾ അങ്കമാലി കൂടെ അല്ലേ പോണേ? അങ്കമാലി കൂടി എങ്ങനെ പോവാ? ഇവിടെ കൂടിയാ പോവാ? പാലക്കാട് കൂടിയാ പോവാ? പാലക്കാട് കൂടി പാലക്കാട് കൂടിയാ പോവാ? കൊടൈക്കനാലാണല്ലോ പോണേ. അപ്പൊ കൊടൈക്കനാൽ എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എന്നെ എടുക്കാൻ വന്നതാ? പിന്നല്ലാതെ ഞാൻ തൃശ്ശൂർക്ക് വന്നേ തന്നെ. ഇന്നത് ആദ്യം പറയണ്ടേ. ഗൈസ്, നമ്മള് മിന്നുന്റെ അമ്മനെ കാണിച്ചുതരാം. ഇത് അമ്മ ചുട്ട കണ്ടില്ല. പപ്പനും ഞങ്ങളൊക്കെ കാട്ടി. അമ്മനെ എല്ലാം അമ്മയ്ക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇതാണ് മിന്നുന്റെ വീട്. മിന്നു ബോർഡ് കാണിച്ചു കൊടുക്കട്ടെ. ഇത് മിന്നുന്റെ വീട്. മിന്നു ഡോക്ടർ അല്ലാന്ന് കുറെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ ശരിക്കും ഡോക്ടറാ. ബോർഡ് വരുന്നുണ്ട്. മിന്നുന്റെ വീട്ടിൽ സോളാർ വെക്കട്ടോ. അനിയത്തി വെക്കണാണ്. അനിയത്തി ഇപ്പൊ പുതിയതായിട്ട് ജോലി കയറിയാണ്. അനിയത്തി സോളാർ വെച്ചു. മിന്നു ജോലി കയറിയിട്ട് 3-4 വർഷമായി. ഇതേവരെ ഒരു 5 പേർക്ക് പോലും പരിക്ക് വാങ്ങി കൊടുത്തില്ല എന്നാ പറഞ്ഞു. മിന്നുന്റെ അമ്മ ഉള്ളിൽ പുട്ടും കടലും കയറ്റിനാണ് മിന്നുന്റെ അച്ഛൻ. പുട്ടും കടലല്ല, ദോശ. അപ്പൊ ഗൈസ്, ഞങ്ങൾ പോട്ടെ. ഞാൻ ഫ്രണ്ടില്, ഞാൻ യജമാനൻ. ഇന്നും ഫുള്ള് വാവനെ യജമാനും ഞാൻ വാവനെ അടിമാനായിരിക്കും വിളിക്കുക. എന്റെ വാപ്പ വരെ എന്നെ ബാക്കിൽ എത്തിയിട്ടില്ല. ഹലോ, ഇത് മിന്നുന്റെ ക്ലോസറ്റ് ആണെങ്കിൽ മിന്നുന്റെ അല്ല, അത് മാത്രമേ കണ്ടുള്ളൂ. ടാപ്പ്, പൈപ്പ്, ഫിനോലെക്സ്, ഹോൾസെയിൽ വലുത് വരുന്ന നമ്പർ 1 ബ്രാൻഡുകൾ. അത് എന്താ മിന്നു? നമ്മളെ മിന്നുവിന്റെ പപ്പന്റെ കടയാണ്. എല്ലാരും ക്ലോസറ്റോ കക്കൂസ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മേടിക്കാം. ബാത്ടബുണ്ട്, പിന്നെ ഈ ബാത്റൂം ഫിറ്റിംഗ്സ്, പൈപ്പ്, ടാങ്ക്, പിന്നെ മറ്റേ ബാത്ടബുണ്ട്. എന്റെ വീട്ടിൽ ബാത്ടബുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും വേണമെങ്കിൽ മേടിക്കുക. പപ്പന്റെ നമ്പർ നീക്കാക്കല്ലേ. പപ്പൊക്കെ വിളിച്ചിട്ട് മുകേഷിനെ വിളിക്കണ പോലെ രാത്രി കടന്നുറങ്ങുമ്പോഴൊക്കെ വിളിക്കും. എന്റെ പപ്പനെ ആരെങ്കിലും അങ്ങനെ വിളിച്ചെങ്കിൽ നല്ല ചിന്ത കുട്ടികൾ ഇപ്പനെ പറഞ്ഞോളൂ. പപ്പന്റെ ഇതല്ല കട, ഇത് ഫ്ലെക്സ് കടയുടെ. ഇനി ഞങ്ങള് പപ്പന്റെ ഇത് കാണാൻ വേണ്ടിട്ട് പുല്ലൊക്കെ പറിക്കാണ്. ഇത്ര സ്നേഹമുള്ള ഒരു മകളെ എവിടെ കിട്ടും പപ്പക്ക്? ക്ലാസിക് സാനിറ്ററീസ്. ഈ തൂക്കിട്ടിങ്ങനെ വേറൊന്നല്ല കേട്ടോ, ഇത് നമ്മളെ സോളാർ ലൈറ്റ് ആണ്. അപ്പൊ ചാർജ് ആവാൻ വേണ്ടിട്ട് നമ്മളിന്ന് ടെന്റ് അടിച്ചിട്ടാണല്ലോ സ്റ്റേ ചെയ്യണ്. അപ്പൊ ചാർജ് ആവാൻ വേണ്ടിട്ട് ഇതാക്കിക്കാണ്, തൂക്കിട്ടിക്കാണ്. ഇപ്പൊ വെയിലടിക്കും. ഇല്ലല്ല, അത് തൂക്കി വെക്കാൻ പറ്റും. മിന്നു, നമുക്ക് വേണമെങ്കിൽ റീൽ എടുക്കാൻ, വീഡിയോ എടുക്കാൻ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആരച്ചിട്ടെടുക്കോ? അതെന്തിനില്ല ചാർജ് കഴിക്കണ് പൊട്ടത്തിയെ? സോറി, യജമാനെ പൊട്ടത്തിന്ന് വിളിക്കാൻ പറ്റൂല. യജമാനെ കണ്ണടട്ടിക്കണ്. ഒന്നും ചെയ്തിട്ടില്ല യജമാനം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പോണുള്ളൂ. എപ്പോഴെങ്കിലും ഇറങ്ങൂലോ. ഹോട്ടലൊക്കെ ഞാനങ്ങോട്ട് പാത്രം ഞാൻ സർപ്രൈസ് ഉണ്ട്. എനിക്ക് ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് പ്ലേയേഴ്സിലുള്ള ഒരു കാർഡ് എനിക്കുണ്ട്. അപ്പൊ 1500 രൂപയുടെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞതല്ല, അന്ന് നമ്മൾ പോയതല്ല. അല്ല, ഇത് പൈസ കൊടുത്ത് ചെയ്തത്. അന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. ഫ്രീ ആയിട്ട് ഇത് എല്ലാവരും കൊണ്ട് കളഞ്ഞില്ലേ? അതിൽ അത്ര പോയിന്റ്സ് ഉണ്ടായിരുന്നില്ല. 500 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒരു 1500 പോയിന്റ്സ് ഉണ്ട്. പിന്നത്തെ സാധനം ഓലപ്പടക്കല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാജിക് കളർ ഷോപ്പ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മള് കൊടൈക്കനാൽ എത്തിയിട്ട് ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ആനകളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മള് ക്യാമ്പിലെല്ലാം നിക്കണേ. അപ്പൊ ആനകൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്ത് ഒരു കയ്യടിക്ക. എന്റെ ഓലപ്പടക്കം കണ്ട ആന ഓടും. നല്ല സൗണ്ട് ഉണ്ട് പോലെ കാണിച്ചു. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പെരയില് പങ്ങളെ കുട്ടികൾ വാങ്ങി. പിന്നെ ആനക്കിട്ടായി വണ്ടിക്ക് ഇടണ്ടട്ടാ. വണ്ടിക്കല്ലേ ഭയങ്കര സൗണ്ട് വരെ. അടിയിലേക്ക് ബോധണ്ട ഒരു 2 മണി കടലാട്ടിക്ക. ഇത് മിന്നുന്റെ അമ്മ ചുട്ടതാണ്. അമ്മ ചുട്ടതാണ്, പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി. അമ്മ എനക്ക് ഉണങ്ങിയ ഞങ്ങക്ക് ഉണങ്ങാത്തന്ന്. ഒരു രീതി ഉണ്ട്. രീതി എന്ന് പറഞ്ഞ
എന്താ രീതി? അടിമാ ആ പറയൂ. ഈ ബാഗ് പിടിച്ചിരുന്നു, എനിക്ക് വയ്യ പിടിക്കാൻ. ഞാൻ ഫ്രണ്ടില് സുഖമായിട്ട് എടുക്കാണല്ലേ സജി? കുഴപ്പമില്ല. ഇന്ന് രാത്രി കളിക്കുന്ന ഗെയിമില് 4 പേരും കൂടി കളിക്കും. അതില് തോക്കണ ഒരാള് എല്ലാവരുടെ അടിമയാവും. മിന്നു തോൽക്കണേ. ഞാൻ തോറ്റ കഴിഞ്ഞാ എനിക്ക് എത്ര പണി തരരുത്. എന്താ പൂജാരി, പള്ളിക്കത്ത് പൂജാരി അല്ല അമ്പലത്തിലെ പൂജാരി. കുറച്ച് പ്രായം, എനിക്ക് നടുക്ക് വെട്ടത് സമ്മതിച്ചു. എല്ലാവരും ഇത് മിന്നുവിന്റെ വായകുളൊക്കെയാണ്. വയസ്സായിക്കണു. പ്രമേഹം 4 വീതം 2 നേരം. പ്രേമം എന്നാണോ? വായുകുളിക്കൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. വയസ്സായി ഇതിലെവിടെ പ്രമേഹം നോക്കട്ടെ. നിനക്ക് ഇവന് എഡ്യൂക്കേഷൻ ഇല്ല, കേസ് എഡ്യൂക്കേഷൻ ഇല്ല. ഓ ആണ്ടോളുണ്ടല്ലോ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും വിവരം കൂടി വേണം, ബുദ്ധി വേണം. 4 നേരം 2 നേരം, പക്ഷെ 4 വീതം 2 നേരം നേടിയാണ് തന്നെ മൈഗ്രൈൻ്റെ ഗുളിക. നമ്മളെല്ലാവരും കണ്ണാടി വെച്ചിരിക്കണം. ഇനി നമ്മൾ കണ്ണാടി മുഖത്തുനിന്ന് ഊരരുത്. എല്ലാവർക്കും നമ്മൾ കാണുമ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കണ്ണാടി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. മിന്നുവിന്റെ ബാഗില് സ്ട്രൈറ്റ്നർ, 2 കണ്ണാടകള്, ബോളിന് മറ്റേ മൂവ്. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോത്തിന് സന്ധ്യവേദന വരും. സന്ധ്യവേദന ബോളിനല്ല, ഞാനൊരു കണ്ടന്റ് ഇട്ടാണ്. അവിടെ എത്തുമ്പോത്തിന് സന്ധ്യവേദന ഒക്കെ വരുമല്ലോ, പ്രായമായതല്ലേ. ചെക്കന്റെ കോസ്റ്റ്യൂം നോക്ക്. മഞ്ഞ ചെരുപ്പും കൂടി കൊടുത്താ ഫോട്ടോ എടുത്തിട്ട് ഒരു കൊളാബ് ഇട്ടിട്ട് പേരെ പെരീന്ന് പുറത്താക്കി. എന്റെ മൂത്താമ്മ മരിച്ച പിറ്റേന്ന് കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. കണ്ണാടി വെക്കണോ? പുറമാണിച്ചെന്ന് പറയാം ആൾക്കാർ. കണ്ണാടി വെക്കണം. അപ്പൊ നമ്മള് ചായ അടിക്കാൻ വേണ്ടിട്ട് വൈറ്റ് ഹൗസിലാണ് വന്നിരുന്നത്. പാപ്പാ കണ്ണാടി വേണോ? എന്ത് നാണക്കേട്. ബ്ലൈൻഡ് ലുക്ക് കൈ കഴുകണ അല്ലേ? എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ കൊണ്ടുപോകും കണ്ണാടി വെച്ചിട്ട് കാണാനല്ലോ. പൊട്ടലിൽ ഓട്ടോ അടിച്ച പോലെ എന്നെ പിന്നെ കുറച്ച് ലുക്ക് ആയതുകൊണ്ട് എന്നെ അത്രല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അയ്യേ ഞാൻ ഇങ്ങനെ ഇത്ര ഇരുന്ന് അയ്യേ ഞാൻ ഇത്ര നേരം എങ്ങനെ ഇരുന്നത്? അല്ലല്ല, ഇനി കുറച്ചു നേരം ബാവ ക്യാമറമാൻ കാണിച്ച ബാവയാണ് എന്നിട്ട് അടിമാ ബ്രോ എന്റെ വ്ളോഗല്ലേ, കുഴപ്പമില്ല. ബാവ ക്യാമറ പിടിച്ചടന്നു. ഇത് കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടെന്ന് ആലോചിച്ചു. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ എന്റെ മയ്യത്തടി അല്ല മയ്യത്ത്. നമുക്ക് ഒരിക്കലും മാസമായിട്ട് നടന്നു വരും. സുഹൃത്തുക്കളെ, ബാവക്ക് പണി കൊടുത്തു. അല്ല നീ മാസമായിട്ട് നടക്കട്ടെ. ഞാൻ നടക്കുന്ന പോലെ ഇത് സ്ലോ മോഷനിൽ ഇടണേ വീഡിയോയില്. പ്ലീസ് എന്റെ വ്ളോഗ്. ഈ മാസമായിട്ട് നടക്കത്തില്ല. മാസം വേണ്ട, മാസില്ല നടക്കാം പറ്റില്ല. യജമാൻ കേൾക്കണം അവന്റെ മേടിക്ക്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ, പ്രായമായ സ്ത്രീയല്ലേ, പ്രായത്തിന് ബഹുമാനിക്കണ്ടേ. അല്ല യജമാനായോണ്ട് നീ, നീ, ഞാൻ നടക്കാണ്ട് അല്ല നടന്നാലും. ചേച്ചി ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് ഒരു സീറ്റ് പിടിക്കും. ആ ബുദ്ധിയില്ലാത്ത കുട്ടി അറ്റത്ത് പോയിക്ക്. അല്ല യജമാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ വേറെന്തൊക്കെയിടാം. സിനാനായി അത്ര നേരം ഞാൻ ആ കാറിൽ നല്ലോണം ഇരുന്നിട്ട് അപ്പൊ ഞാൻ പൊതപ്പും പൊതിച്ച് മൂക്കിൽ തോന്നണത് എനിക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ. അതാ ഹോമിയോ ഗുളികയും പിടിച്ച് കാണാനും പറ്റണ്ട വരിക. ഞാനിന്ന് ഇവിടെ പണിക്കാരനാണ്. എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്ര വേണ്ട? എനിക്ക് സ്മോൾ മതി. ആൾക്കാർ വിചാരിക്കും ശരിക്കുള്ളതാണ് കേട്ടോ മാം. യജമാനെ കാണുമ്പോ ഒരു പേടി വേണ്ടേ? എല്ലാവർക്കും പൊറോട്ട അല്ലേ? എനിക്ക് അപ്പം. വെറൈറ്റി അവന്റെ ഉള്ള അപ്പം, എന്റെ ഉള്ള ദോശയായിരുന്നു. ദോശ കുറച്ച് കഴിച്ചില്ല? ഇല്ല. അമ്മ വളമ്പി തന്നില്ല? ഇല്ല. ചേച്ചി ഇവനെ അറിയില്ല. യൂട്യൂബിൽ 1 മില്യൺ ഇവൾ ഡോക്ടർ. ഞാൻ കാണിച്ചു തരാട്ടെ യൂട്യൂബില്. ഡോക്ടറാണ് വലക്കേടത്. സത്യം ചേച്ചി പറഞ്ഞു. ശരിക്കും ഡോക്ടറാ. വീട്ടിന്റെ മുമ്പിൽ ബോർഡൊക്കെ ഉണ്ട്. ഗൈസ് ഇത് ശരിക്കും ഒറിജിനൽ തന്നെ കേട്ടോ. വെർസാച്ചിയാണ്, ദേശീയ അടുത്തില്ല. അത് അതേതാണ്? അത് വെർസാച്ചിയുടെ പഴയ ലോഗോ. ഇത് വെർസാച്ചിയുടെ പുതിയ ഇങ്ങനെയാണ്. വെർസാച്ചി തന്നെയാണ് ഇത്. നമുക്കിതൊന്നും അറിയാത്തോണ്ട് കുഴപ്പമില്ല. നമ്മളെ പാവങ്ങളെന്തും പറഞ്ഞ് പറ്റിക്കാലോ. എത്ര രൂപ നോക്കിയേ?
29,000 കണ്ണടക്ക് വെച്ചിട്ടാണ് ഡോക്ടർ മിന്നു നടക്കണേ. ഇത് നോക്ക് അത് നോക്ക്. ഇത് നോക്ക് ഈ കണ്ണാടിക്ക് എത്ര റുപ്യാന്ന് അറിയോ? 22,000 റുപ്യ. ഈ കണ്ണാടിക്ക് 29,000. 50,000 റുപ്യയുടെ കണ്ണാട വെച്ചിട്ട് നടക്കണേ. ഇതിന് 150. നമ്മളതാ. ഓക്കെ പറയില്ല. മിന്നുവിനൊരു പ്രത്യേകം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് തരും. പക്ഷെ പെര കൊണ്ടുവന്നില്ല. പോകുമ്പോ ആ ബാഗ് ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഓളെ സാധനം ഞാൻ കൊണ്ടുപോകില്ല. ഞാൻ പൈസ കൊടുത്തിട്ടുള്ളൂ വാങ്ങാം. ഗിഫ്റ്റ് അന്ന് മേടിക്കും. എവിടെയാന്നൊക്കെ മാല അത് വീട്ടിലുണ്ട്. അതിന് വെക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ ശരിക്കും എവിടെയാ മാല? അത് വീട്ടിലുണ്ട്. കുറ്റസമ്മതം നടത്തി പറഞ്ഞത് ഞാൻ എന്താന്ന് അതിന്റെ അതുകൊണ്ടാണ് ഇടാത്തെ. അത് തിരിച്ചു തന്നോട്ടെ എനിക്ക്. അപ്പൊ നമ്മളെങ്ങനെ അപ്പം അതല്ല എനിക്ക് കണ്ടപ്പോ ഒട്ടുപാല ഓർമ്മ വന്നേ. ഞങ്ങളെ പറമ്പിലുണ്ടാവും ഡബ്ബർ ഷീറ്റ് അടിക്കണം. സാബു അല്ല, നമ്മള് ഓർമ്മയുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി മറ്റേ സൽക്കാരിന്ന് ഫുഡ് കണ്ടോ ചപ്പിലെ ഇനി ഞാൻ വേണ്ടില്ല. നിങ്ങളെ ഫ്രണ്ട്സ് ബ്രേക്ക് ആക്കേണ്ടതായിരുന്നു. എനിക്ക് നഷ്ടമായി. നല്ല അതെന്റെ ജീവിതം നല്ലതിലെത്തിയാനിപ്പോ. പെണ്ണുങ്ങളെ മനസ്സ് ഓട്ടോറിക്ഷ മാതിരിയാ. എപ്പോഴാ തിരിച്ചു പറയാൻ പറ്റില്ല. ഇതെന്റെ മനസ്സല്ല, താങ്കളുടെ ഗേൾ ഫ്രണ്ടിന്റെ മനസ്സായിരിക്കും ഓട്ടോറിക്ഷ പോലെ. ഞാൻ കുറ്റം പറയുന്നത് എന്റെ മേറിയും പിന്നെ ലൈൻ ബസ് ആണല്ലോ. ഹോട്ടലാടാ. എന്താണ് സാബു, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്തല്ലേ നീ ഇരിക്കണേ, മനസ്സിലായ? ഹോട്ടലാണ്, പബ്ലിക് സ്പേസ് ആണ്. എനിക്ക് പറയാ ഞാൻ യജമാനാ. ഇന്റെ യജമാനുള്ളൂ, ഹോട്ടലിന്റെ യജമാനല്ല. ഹോട്ടലെടുത്ത് മിന്നും പന്നിക്കിടും ആ മൂലൊക്കെ ഇട്ടിട്ട് വെർസാച്ചിയുടെ കണ്ണട കച്ചോ മരുമ കടക്കും. ആലോചിച്ചൊക്കെ മിന്നു അച്ചിമുടി ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ആൾക്കാർ കൊണ്ടിട്ട് മുക്കിലിട്ട് ചവിട്ടും. മിന്നിങ്ങനെ ഹലോ, എനിക്ക് കരാട്ടെ അറിയാട്ടാ. കരാട്ടെ അറിയോ? ഒരു 2 സ്റ്റെപ്പ് ഇട്ടാ. അപ്പൊ നമ്മൾ പോണേക്ക് അക്കന്റെ കടയിൽ നിന്ന് നമ്മള് നല്ല കിടിലം സംഭാരം മോരും കുടിച്ചു. പിന്നെ ഇതാ കിടിലം മാങ്ങ. ഓ അപ്പൊ നമ്മളിങ്ങനെ പോണ വഴിക്ക് നമ്മള് തമിഴ്നാട് പൊന്നയൂർ എത്തിക്കണ്. അപ്പൊ പോണ വഴിക്ക് നമ്മൾ ഇത് അവിടെ പതനി പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മളെ നൊങ്കില്ലേ, പനന്നൊങ്ക്, അത് മുറിച്ചിട്ട് വെള്ളത്തിലൊക്കെ അതിൻ്റെ ഒരു പനനൊങ്കിൻ്റെ ഒരു വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റാണ്. പിന്നെ ഇതുവരെ കുടിച്ചിക്കണോ? പതനി കുടിച്ചിക്കണോ? എന്നപ്പോൾ കുടിച്ചു നോക്കാം. പിന്നെ ചിലപ്പോൾ ഒരു കുമ്മായല്ല, ഒരു വെറ്റിലേക്കൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിലത്. നല്ലതും ഉണ്ടാവലുണ്ട്. ഇവിടെ എന്താ പാടെന്ന് അറിയില്ല. ഓ അങ്ങനെയല്ല, ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും. നാവൂർ അല്ല വേണൂർ എന്താണ് നാമ വെറ്റിലമ്മ തേക്കൂലടാ. പുണ്ണാക്കോ അല്ല, ചുണ്ണാമ്പ്. സിനാനെ എന്താ കയ്യില്? പതിനാണ് കയ്യില്. വെറൈറ്റി സാധനമാണ്. കുടിക്കുമ്പോ മേക്കുമ്പോ കൂടി പോയത് കേട്ടോ. അത് യജമാനൻ പറയണേ കേൾക്കാം. അല്ല തമ്പ്രാട്ടി അത് കുടിക്കുമ്പോ ഇതുമ്പോ പോവാതെ നോക്കണേ. അങ്ങോട്ട് പോകണ്ടെന്നാ യജമാനൻ അങ്ങോട്ട് തോന്നണ്ടേ. ഞാൻ വീഴുമ്പോ എന്നാണ് പോകണ്ട. സമാധാനം കൊടൈക്കനാല് പോയി ഇങ്ങനത്തെ വേറെ ടൈപ്പാ. ഇതിന്ന് എല്ലാരും കഴിക്കേണ്ടത് ഒരാളുടെ 2 പേരാണോ? കുടി ചുണ്ണാമ്പിന്റെ ടേസ്റ്റില്ലേ? പാലക്കാട് അടിപൊളിയാ. അങ്ങനെ നമ്മൾ ഏതാനും നിമിഷം കൊണ്ട് നമ്മൾ കൊടൈക്കനാല് ഈ പടച്ചോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എത്തിപ്പെടും. കാരണം ഇവരാണ് വണ്ടി ഓട്ടുന്നത്. അറിയാം. ഞാനിപ്പോ ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ OLX ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വണ്ടിന്റെ സൈഡ് ഗ്ലാസിന് എത്ര, അതിനെത്ര, പമ്പറിന് എത്രയെന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോ അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ പോയിണ്ടാവും. കണ്ടോ ഗൈസ്, കൊടൈക്കനാലൊക്കെ ഫുള്ള് ഇതാട്ടോ. കൊടൈക്കനാൽ ഫുള്ള് കൊണ്ടാണ്. ഗീറ് മാറ്റാൻ ഗീറ് നോക്കാൻ മറന്നിക്കണേ OLX-ല്. അതിപ്പോ തീരുമാനമാവും. എല്ലാരും ഉറങ്ങാണ്. അപ്പൊ എന്തായാലേ
ഞങ്ങൾ നാലാണ് പോയേക്കട്ടെ. കൊടൈക്കനാൽ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഓടിച്ചാണ് എത്തണില്ല. ഞാനൊന്ന് കടന്നുറങ്ങി. ചൂട് എന്ന് പറഞ്ഞാൽ പെരും ചൂട്. ഇവിടെ ചൂടില്ല, അടിയിൽ ചൂടുണ്ടായിന്. അപ്പൊ എന്തായാലും നമ്മള് പോയേക്കട്ടെ കേട്ടോ. പോണ വഴിക്ക് നല്ല ചാമ്പക്ക വാങ്ങി. കിഡിലും ടേസ്റ്റ് എങ്ങനെയുണ്ട്? കിഡിലും ടേസ്റ്റ് ഇല്ല. ഹലോ പിന്നെ പ്ലം നല്ല കിടിലൻ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എത്തി നമ്മളങ്ങനെ കൊടൈക്കനാൽ എത്തി. ആ കണ്ണാണ് കൊടൈക്കനാല്. ഇതന്നെ കൊടൈക്കനാല്. ആ കണ്ണുണ്ടോ? അതാണ് കൊടൈക്കനാൽ. ഓ മൈ ഗോഡ്, സീന് സ്ഥലം. അപ്പൊ നമ്മളിങ്ങനെ കൊടൈക്കനാൽ എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ കയറിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ സ്പോട്ടിൽ എത്തിക്കണല്ലോ. സോറി ഗോട്ട സോറി. അപ്പൊ നമ്മളിവിടെ സ്പോട്ടിൽ എത്തിക്കണ്. അതിന്റെ അടിയിലാണ് നമ്മളെ സ്പോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അടിക്ക് നടന്നു പോകണം. ആർ യു എക്സൈറ്റഡ്? നമ്മളെന്താ പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ പോയിട്ട് ടെന്റ് അടിക്കാനൊക്കെ പ്ലാൻ. പക്ഷെ എന്താ വെച്ചാൽ ഇനിയിപ്പോ അല്ല, ഇവിടെ വേറെ സ്പോട്ട് ഉണ്ട്. അത് നാളെ അടിക്കാം. കാരണം എന്താ വെച്ചാൽ രാത്രി അവിടെ പോയിട്ട് അപ്പൊ എന്തായാലും നമ്മള് ഒന്ന് ബാഗ് കൊണ്ടുപോയിട്ട് ഒന്ന് സെറ്റ് ആവും. എത്താൻ ഒഴിവില്ലാതെ ആളെ ഗെറ്റപ്പന്നെ മാറി. ഇതാ മേക്കപ്പ് ബോക്സ് ആണ് തുറന്നിട്ട്. ഇപ്പൊ മേക്കപ്പ് അച്ഛന്റെ ജയശേട്ടന്റെ കുപ്പായ നല്ല വലിപ്പുണ്ടല്ലോ. ഞാൻ അതാ കരുതി. കൊടൈക്കനാൽ വന്നപ്പോ ആളുടെ സ്റ്റൈൽ തന്നെ മാറിയില്ലേ? സ്റ്റൈലിന്റെ കാര്യത്തിൽ മിന്നുവിനെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും. ഗൈസ് മിന്നുവിന്റെ അടിമയായ സ്ഥിതിക്ക് ഓളെ പെട്ടി എടുക്കാൻ പറഞ്ഞപ്പോ ഓളെ പെട്ടി നോക്കി പോവാണെങ്കിൽ ബാഗ് കൊണ്ട് ഓളെ യജമാനായിട്ട് ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി, ഇതാണ് നമ്മളെ റൂം. ഞങ്ങളപ്പോ മിനി മിൽസ് കളിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തായാലും മിനി മിൽസ് കളിക്കട്ടെ. ഇന്നത്തെ വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീട്ടിൽ കാണിക്കാം. അപ്പൊ ഓക്കെ ഗൈസ്.